എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ തുച്ഛമായ ചിലവിൽ നമുക്കൊരു മികച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. വെറും 20 രൂപ അടച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ നമുക്ക് അംഗമാവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളും കൂടുതൽ ചിലവ് വരിക ചികിത്സയ്ക്കാണ്. കാലം വളരും തോറും ചികിത്സാ ചിലവുകളും കുതിച്ച് ഉയരുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചുവടെ പിടിച്ചാണ് ഇൻഷുറൻസ് വിപണിയും വളരുന്നത്. സാധാരണക്കാർക്കിടയിലും ഇപ്പോൾ ഇൻഷുറൻസ് എന്ന ആശയം കൂടുതൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. എന്നാൽ പൊതുമേഖലയിലെ ധാരാളം ഇൻഷുറൻസ് പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാപനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം വളരെ വലിയ സ്വീകാര്യത തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ കാര്യം നമുക്ക് വിട്ടേക്കാം. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ അംഗങ്ങളായ ഒരു ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. രാജ്യത്തെ ബാങ്ക് അക്കൗണ്ടുള്ള 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ സ്കീം ലഭ്യമാണ്. ബാങ്കിന്റെ അക്കൗണ്ട് പ്രാഥമിക KYC ആധാർ ആയിരിക്കുന്നതാണ്. അപകട മരണത്തിനും പൂർണ്ണ അംഗവൈകല്യത്തിനും 2 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് കീഴിലുള്ള പരിരക്ഷ. ഭാഗിക വൈകല്യത്തിന് 1 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. 20 രൂപ മാത്രമാണ് ഈ ഇൻഷുറൻസിന്റെ വാർഷിക പ്രീമിയം എന്ന് പറയുന്നത്. ഒരു ഗഡുവായി ഓട്ടോ ഡെബിറ്റ് സൗകര്യം വഴി അക്കൗണ്ട് ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രതി വർഷം 20 രൂപ വീതം പിടിക്കുന്നതാണ് രീതി. അതായത് കേവലം 20 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെ സുരക്ഷിതത്വത്തോടെയുള്ള മികച്ചൊരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ പദ്ധതി മുഖേനയുള്ള സ്വാഭാവിക മരണത്തിന് പരിരക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രീമിയത്തിന് ഓട്ടോ ഡെബിറ്റ് സംവിധാനം വഴി പണമടയ്ക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് പ്രീമിയം അടയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള ടെൻഷനുകൾ ഇതിൽ ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൽ ചേരേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. PMSBY ഓഫ്ലൈനിൽ എൻറോൾ ചെയ്യുന്നതിന് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഉള്ള ബാങ്ക് ശാഖ സന്ദർശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. janasurakha.government.in എന്ന ഔദ്യോഗിക വിലാസത്തിൽ ഇത് ലഭ്യമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം പോളിസി ഹോൾഡർ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം ബാങ്കിൽ നൽകേണ്ടതാണ്. അടുത്ത് നാം ചെയ്യേണ്ടത് ഇത് വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കം സർട്ടിഫിക്കറ്റ് വരിക്കാരന് ലഭിക്കാവുന്നതാണ്. ഇത് നമ്മളിതിൻ്റെ ഒരു ഡോക്യുമെൻ്റായിട്ട് നമ്മൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.